ഹലോ നമസ്കാരം. ഇന്ന് നമുക്കൊരു കൂട്ടുകറി തയ്യാറാക്കാം. അതിനായി 150 ഗ്രാം ചേന, 150 ഗ്രാം നേന്ത്രക്കായ, 1 കപ്പ് കടല, 100 ഗ്രാം ക്യാരറ്റ് എന്നിവ എടുത്തിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം തന്നെ ചെറിയ ചതുര കഷ്ണങ്ങളായി നുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വെള്ളം ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അതിനായി 1 കപ്പ് തേങ്ങ ചിരവിയത്, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില എന്നിവ അല്പം വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ അരപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അരപ്പിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായി വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വറ ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് മൂത്ത് വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ അരി ചേർത്ത് കൊടുക്കാം. അരിക്ക് പകരം നിങ്ങൾക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഈ അരിയെല്ലാം ഒരു 2-3 മിനിറ്റുള്ളിൽ തന്നെ നന്നായി മൂത്ത് പൊട്ടി വരും. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കുക. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി മൂത്ത് വരണം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 2-3 സെക്കൻഡ് കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. വറുത്ത തേങ്ങാക്കൂട്ട് കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം.
ഇതൊരു പുതിയ ചാനലാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ. താങ്ക് യു.